ഇതുവരെ എല്ലാവർക്കും നമസ്കാരം. മേൽപ്പറഞ്ഞ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ഫ്രീ സൗണ്ട് റെക്കോർഡർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഫയലാണ് ഈ കാണുന്നത്. ഇനി സൗണ്ട് റെക്കോർഡർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി ഡൗൺലോഡ് ചെയ്ത ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻസ്റ്റാളർ ലഭിക്കും. അതിൽ നെക്സ്റ്റ് എന്ന ഫയൽ, നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ലൈസൻസ് എഗ്രിമെന്റ് കാണാം. ലൈസൻസ് എഗ്രിമെന്റ് ആക്സെപ്റ്റ് ചെയ്തതിനു ശേഷം വീണ്ടും നെക്സ്റ്റ് പ്രസ് ചെയ്യുക. ടൂൾ ബാർ ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ടുള്ള ടിക്ക് രണ്ട് ഒഴിവാക്കുക. അതിനുശേഷം വീണ്ടും ആക്സെപ്റ്റ്. ഇനിയും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ്, ദെൻ ഇൻസ്റ്റാൾ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ സൗണ്ട് റെക്കോർഡർ ഇൻസ്റ്റാൾ ആയി കഴിയും. ഈ കാണുന്നതാണ് സൗണ്ട് റെക്കോർഡർ. ഇനി റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഈ കാണുന്ന റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ മൈക്ക് ഉപയോഗിച്ച് സംസാരിക്കുന്ന എന്തും ഈ റെക്കോർഡർ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. റെക്കോർഡിംഗ് അവസാനിക്കുമ്പോൾ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത ഫയൽ ഈ കാണുന്ന ലൊക്കേഷനിലുണ്ടാവും. ഇനിയും ആ ഫയൽ വേണമെങ്കിൽ കോപ്പി ചെയ്ത് നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് ഇടാം. ഡെസ്ക്ടോപ്പ് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ ഡെസ്ക്ടോപ്പിൽ വരും. അത് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത ഫയൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനിയും ഇത് വെബിലേക്ക് എങ്ങനെ ഈസിയായി അപ്ലോഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനായി നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രൗസർ ആദ്യമായി ഓപ്പൺ ചെയ്യുക. അവിടെ ഈ പറയുന്ന വെബ് അഡ്രസ് ടൈപ്പ് ചെയ്യുക. kiwi6.com. ഇപ്പോൾ ഈ കാണുന്നതാണ് kiwi6.comന്റെ ഹോം പേജ്. ഇവിടെ വളരെ സിമ്പിളായി നമുക്ക് ഓഡിയോ ഫയൽ അപ്ലോഡ് ചെയ്യാം. ബ്രൗസ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇതാണ് ബ്രൗസ് ബട്ടൺ. ഇത് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ബ്രൗസിംഗ് വിൻഡോ കിട്ടും. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ഫയൽ കാണാം. അത് സെലക്ട് ചെയ്തതിനു ശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് അപ്ലോഡ് പ്രസ് ചെയ്യുക. അപ്ലോഡിംഗ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കൊരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഓഡിയോ ഫയൽ കിടക്കുന്ന ലൊക്കേഷനിലേക്ക് പോകും. അവിടെയും നമുക്കൊരു പ്ലേ ഓപ്ഷൻ ഉണ്ട്. പ്ലേ ചെയ്ത് നമുക്കത് വീണ്ടും കേൾക്കാം. അതിനുശേഷം ഇവിടെ എംബഡഡ് എന്നൊരു ബട്ടൺ കാണാം. അത് പ്രസ് ചെയ്താൽ നമുക്ക് മ്യൂസിക് പ്ലെയറിന്റെ എംബഡഡ് കോഡ് ലഭ്യമാകും. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തതിനു ശേഷം എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് സ്നേഹസാന്ദ്രത്തിൽ നമ്മളൊരു ഡിസ്കഷനിലാണ് ഇത് പോസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ആദ്യമായി ആ കമന്റ് വാൾ ഓപ്പൺ ചെയ്യുക. നമ്മുടെ കമന്റ് വാളിൽ ഇതാണ് മീഡിയ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇത് പ്രസ് ചെയ്യുമ്പോൾ ഒരു വിൻഡോ ലഭിക്കും. അവിടേക്ക് തൊട്ട് മുമ്പ് നമ്മൾ കോപ്പി ചെയ്ത എംബഡഡ് കോഡ് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ ഫ്ലാഷ് വീഡിയോ അവിടെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം ആഡ് റിപ്ലൈ ഓപ്ഷൻ കൊടുക്കുക.
ഓൾറെഡി അവിടെ ആ ഓഡിയോ വീണിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.